സമസ്ത നേതാവ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ലഹരി ലൈംഗികാരോപണങ്ങളുണ്ടെന്ന് CPIM നേതാവ് നാസർ കോളായി. മലപ്പുറം ചെമ്മാട് CPIM പൊതുയോഗത്തിലാണ് നാസർ കോളായിയുടെ വിമർശനം. ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട. പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്, കുടജാദ്രിയുടെ സംഗീതം. 40-ാം പേജ്. ഈ പേജ് തപ്പാൻ നിൽക്കണ്ട. എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ. കുറേ ഉണ്ട്, ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം. ഒരു ബസ്സിലുള്ള യാത്രയാണ്. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി. ശൃംഗരിച്ച് അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ്. ഇനി നിങ്ങൾക്ക് ചില സമയം തോന്നും. വട്ടമുഖം, നരവീണ് തുടങ്ങിയ താടി, തലപ്പാവ്, ജുബ്ബ, മുണ്ട്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു. സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത്. ഗ്രന്ഥകർത്താവിന്റെ പേര് ബവാഹുദ്ദീൻ കൂരിയാട്. എന്നിട്ട് ഇയാൾ പറയാം, സ്റ്റെപ്പിനുണ്ട് MLA-മാർക്ക്, മന്ത്രിമാർക്ക്. സമീർ ബിൻ കരീം മലപ്പുറം ചെയ്യുന്നു. സമീർ, ബഹാവുദ്ദീൻ നദ്വി CPIM പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ബഹാവുദ്ദീൻ നദ്വിയെ ഇത്തരത്തിൽ മോശക്കാരനാക്കുന്ന ഇതിലൊരു പരാമർശം, അതും ഒരു പുസ്തകത്തിലെ വരികൾ എടുത്തുകൊണ്ട് പോര് മറ്റൊരു തലത്തിലേക്ക്. വിവരങ്ങൾ. സുഹൈൽ, ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദമായ വൈസ് ഇൻചാർജ് പരാമർശത്തിന് പിന്നാലെയാണ് CPIM അദ്ദേഹത്തിനെതിരെ വിമർശനവും നിലപാടും കടുപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് CPIM തിരുവങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മാട് ഒരു പ്രതിഷേധ സംഗമം നടത്തിയത്. ഈ പ്രതിഷേധ യോഗത്തിലാണ് CPIM നേതാവായിരിക്കുന്ന നാസർ കോളായി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കാക്കനാടൻ എഴുതിയ കുടജാദ്രിയിലെ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിൽ നദ്വിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ട് എന്നുള്ളതാണ്. ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്ന പരാമർശം ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ നാസർ കോളായി പറയുന്നത്. ഇത് താൻ ഉന്നയിക്കുന്ന കാര്യമല്ല, പുസ്തകത്തിൽ പറയുന്ന കാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുസ്തകത്തിലെ പേജ് നമ്പർ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിവാദ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. സുഹൈൽ, എന്തായാലും പോരോ മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. ഈ പരാമർശം വിവാദമാകും. എന്തായാലും നിലവിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ അടക്കം പ്രതികരണം വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.